പോലെയുള്ള വാദകളും ഹദീസുകളും ഒക്കെ നമ്മൾ അങ്ങനെ ഒരു തരത്തിലുള്ള മനക്കരുത്ത് ഉണ്ടാക്കി തരണം. അല്ല, നമ്മളൊരു പ്രയാസം വരുമ്പോഴേ നമ്മളങ്ങ് തകർന്നു, നമ്മളങ്ങോട്ട് തളരാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഹദീസും ഖുർആനൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താ അതുകൊണ്ട് ഉപകാരം? നമ്മൾ ബോൾഡായിട്ട് നിൽക്കണം, തകരരുത്. അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ മുമ്പിലാണ് ഞാൻ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്, ഞാനിപ്പോ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്, എന്റെ റബ്ബ് എന്നെ നോക്കിക്കാണുന്നുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യുക. അതിൽ അള്ളാഹു ബർക്കത്ത് തരും, അതുകൊണ്ട് അള്ളാഹു നിഅമത്ത് തരും. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന് മുള്ളുകുത്തിയ വേദന പോലും വെറുതെ ഒരു വേദനയായി അള്ളാഹു നഷ്ടപ്പെടുത്തില്ലെന്ന് പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നമ്മൾ അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് ഉയർത്തുന്ന കൈ, ഞാൻ അള്ളാഹിനോട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചാൻ എനിക്കിതുവരെ തന്നിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നും. അല്ലേ, നമ്മൾ എന്തെല്ലാം ചോദിച്ചു, എനിക്ക് തന്നിട്ടില്ലല്ലോ. അള്ളാഹു ഒരു ചോദ്യവും വെറുതെയാക്കില്ല. നമ്മൾ ചോദിച്ചു, അള്ളാഹു തന്നില്ല. ആ ചോദിച്ച ചോദ്യങ്ങളെല്ലാം, നമ്മൾ പറഞ്ഞ ആമീനുകളെല്ലാം നാളെ നമ്മുടെ സ്വഹീഫത്തിലേക്ക്, നന്മയുടെ റെക്കോർഡിലേക്ക് അള്ളാഹു ചേർത്തി തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു സന്തോഷമായിരിക്കും പടച്ചോനെ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് ദുആയിരക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന നേരമാണത്. നിനക്ക് ദുനിയാവ് മനുഷ്യ അബദ് ചോദിക്കുന്ന യാ അല്ലാഹ്, അല്ലാഹുവേ ഞാൻ ചെയ്ത അമലൊന്നും അല്ലല്ലോ ഇത്. എത്രയോ ഹജ്ജുകളും ഉംറകളും ഇങ്ങനെ എഴുതി കാണുന്നുണ്ട്. പടച്ചോനെ, ഞാൻ ആകെ ഒരു ഉംറക്കല്ലേ പോയിട്ടുള്ളൂ, ഹജ്ജ് ഞാൻ ചെയ്തിട്ടില്ല. എന്താ പടച്ചോനെ ഇതൊക്കെ? ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ഹജ്ജിന്റെ ക്ലാസ്സിലൊക്കെ പറയുമ്പോ ഒന്ന് പോകാനൊരു ആഗ്രഹം, ആമീൻ എന്ന് പറഞ്ഞു കൊതിച്ചു. ദുനിയാവ് കഴിഞ്ഞിട്ടില്ലല്ലേ? എത്രയോ ഉംറ ചെയ്യാൻ കൊതിച്ചില്ലേ? ഒരു റമദാനിലെങ്കിലും അവിടെ ഒന്ന് പോയി കൂടണം, അവസാനത്തെ 10 അവിടെ ഒന്ന് എത്തിക്കാഫിരിക്കണം, എന്റെ ഈ റമദാൻ ഇപ്രാവശ്യം ഒന്ന് ഹറമിൽ കഴിച്ചുകൂട്ടും, അങ്ങനെയൊക്കെ കൊതിച്ചില്ലേ? ദുആ ചെയ്തില്ലേ? ഞാൻ അന്ന് തന്നിട്ടില്ല. അതൊക്കെ ചെയ്ത കൂലി ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. യാ അല്ലാഹ്, ഇത് പറയുന്ന നേരം ആലോചിച്ച് നോക്കി, ഒരിക്കലും നഷ്ടപ്പെടുത്തൂല. ആർക്കെങ്കിലും റിസ്ഖിൽ അല്ലാഹു തആല കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രയാസങ്ങൾക്ക് ശേഷം അല്ലാഹു ആശ്വാസം നൽകുക തന്നെ ചെയ്യും. സൂറത്തു ത്വലാഖ്. അപ്പൊ പ്രയാസം വന്നാൽ ആശ്വാസം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളൂ. 2 സൂറത്തു ത്വലാഖിൽ തന്നെ 32-ാമത്തെ ആയത്ത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അല്ലാഹുവിന്റെ ഐശ്വര്യം കിട്ടാനുള്ള കാരണം വമൻ യത്തഖില്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാൾ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ, യജ്അൽ ലഹു മഖ്റജ, ഏത് പ്രയാസങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴി അല്ലാഹു അയാൾക്ക് കൊടുക്കും. എല്ലാരും പ്രയാസത്തില്ല, എല്ലാവർക്കും ടെർമിനേഷൻ. നോക്കുമ്പോ എന്നെ അതിൽ പെടുത്തിയിട്ടില്ല, അൽഹംദുലില്ലാഹ്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ? അവരുടെ തഖ്വ കൊണ്ട് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് തഖ്വയിൽ ജീവിക്കുന്ന ഒരാൾക്ക് യജ്അൽ ലഹു മഖ്റജ, മഖ്റജ് എന്ന് പറഞ്ഞാൽ പുറപ്പെടുന്ന സ്ഥലം എന്നാണ്. അവിടെ എക്സിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ? എന്റെ തൊട്ടപ്പുറത്ത് അറബി ഉണ്ട്. അറബി വാക്ക് വായിച്ചു, 2 ഗ്രീൻ ലൈറ്റ് കത്തുന്ന ഫയർ എക്സിറ്റുകൾ. എന്താ അവിടെ എഴുതിയത്? മഖ്റജ്. യജ്അൽ ലഹു മഖ്റജ, ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയ എന്താവും? പുറത്തു കടക്കാനുള്ള വഴി. യജ്അൽ ലഹു, അല്ലാഹുവിനാക്കി കൊടുക്കും. മഖ്റജ, പ്രയാസങ്ങളിൽ നിന്ന് ഒരു എക്സിറ്റ് അല്ലാഹു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത പോലെ അല്ലാഹു തആല റിസ്ക് കൊടുക്കും. പടച്ചോനെ, ഞാനിപ്പോ എങ്ങനെ എന്റെ കുട്ടിന്റെ കല്യാണം കഴിക്കാം? കല്യാണം കഴിഞ്ഞു നോക്കുമ്പോ പൈസ ബാക്കിയാണ്. അങ്ങനെ ആൾക്കാർ പറയില്ലേ? ആൾക്കാർ പറച്ചോൻ അങ്ങനെയൊക്കെയാണ് മിസ്കീനായിട്ട് ജീവിച്ചാൽ കൊള്ളായിരുന്നു, ഇടക്ക് പെട്ടുപോയി, മുതലാളിയൊക്കെ ആയിട്ടുമില്ല എന്ന മിസ്കീം എന്നുണ്ട് വിട്ടും ചെയ്തു. ചോനെ, അങ്ങനത്തെ ആൾക്കാരാണ് ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നത്, അല്ലേ? കാരണം അഭിമാനബോധം കൊണ്ട് വല്ലതും കാട്ടിക്കൂട്ടിയേ പറ്റൂ. ഇതിനൊന്നും എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ സ്റ്റാറ്റസ്, എന്ത് സ്റ്റാറ്റസ്? അള്ളാഹു അല്ലേ ഇസ്സത്ത് തരുന്നത്? അവനെ കൊണ്ട് കഴിഞ്ഞ് ചെയ്താൽ പോരെ? അപ്പൊ മനുഷ്യൻ കിടന്ന് ഇടങ്ങാറാകാൻ. പാവപ്പെട്ട ഒരുപാട് മിസ്കീമാർ 5 മക്കളെ കെട്ടിച്ച് ഇനി ഒരു 5 കെട്ടിക്കാനുള്ള പൈസ ബാക്കിയാ കല്യാണം കഴിഞ്ഞു നോക്കുമ്പോ. യാ അല്ലാഹ്, അതൊക്കെ ഏതെങ്കിലും വല്ല മദ്രസ മുഅല്ലിമീങ്ങൾ, വല്ല സാധുക്കൾ, പച്ച പാവ 5 നേരം നിസ്കരിക്കാൻ പള്ളിയിലുണ്ടാവും, എല്ലാ നന്മകൾക്കുണ്ടാകും, എല്ലാ വാദിന് മുമ്പിൽ ഇരിക്കാണ്ടാകും, കുറെ മക്കളുണ്ടവർക്ക്. യജ്അൽ ലഹു മഖ്റജ, കല്യാണമൊക്കെ ഉഷാറായിട്ട് നടന്നു, മരുമക്കളൊക്കെ അന്തസ്സിൽ ജീവിക്കുന്നവരെ നോക്കുന്നു. അൽഹംദുലില്ലാഹ്. വയർസുഖുഹു മിൻ ഹൈതു ലാ, എവിടെന്നാ ഇപ്പൊ പൈസയൊക്കെ പടച്ചോനെ? മിൻ ഹൈതു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത ഭാഗം നമ്മൾ തരും. എപ്പോ? കാരണം പറഞ്ഞു, വമൻ യത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, ഹലാലും ഹറാമും നോക്കുന്ന ആളുകൾക്ക് അല്ലാഹു അത് നൽകുന്നുണ്ട്.
മൂന്നാമത്തെ കാരണം അല്ലാഹു തആല ഐശ്വര്യം തരാൻ. കല്യാണം കഴിച്ചിട്ട് പെണ്ണിന്റെ വാപ്പയോട് പൈസ വാങ്ങിയിട്ട് മുതലാളിയാവാന്ന് വിചാരിക്കല്ലേ. മുതലാളിയാവാനുള്ള വഴി അള്ളാഹ് പറഞ്ഞുതരാണ് കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കല്യാണം കഴിച്ചിട്ട് സ്ത്രീധനം വാങ്ങിയിട്ട് ഞാൻ മുതലാളിയായിക്കോളാം, അതല്ല. അള്ളാഹു പറഞ്ഞുതരാൻ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. സൂറത്ത് ത്വാഹ. വഅ്മുർ അഹ്ലക ബിസ്സലാ, വീട്ടുകാരോട് നിസ്കരിക്കാൻ പറയും. വസ്തബിർ അലൈഹാ, ആ നിസ്കാരം നിങ്ങൾ ക്ഷമിച്ച് നിലനിർത്തിപ്പോരെ. നിസ്കാരങ്ങൾ തുടങ്ങി പക്ഷെ നിലനിർത്തിപ്പോരാ. റമളാനൊക്കെ ഭയങ്കര ഉഷാർ, എന്താ റാഹത്ത്, എല്ലാ വക്തും കറക്റ്റാ. വസ്തബിർ അലൈഹ എന്ന് പറഞ്ഞതായിട്ടില്ല. എന്തേ? അത് കഴിഞ്ഞാലും കുറച്ച് ക്ഷമിച്ചിട്ടല്ലേ നിലനിർത്തണമെങ്കിൽ ക്ഷമ വേണ്ടി വരും. അപ്പൊ പിന്നെ താളം തെറ്റി. വസ്തബിർ അലൈഹ എന്ന് നടന്നില്ല, അപ്പൊ പ്രശ്നം ഉണ്ടാവും. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിങ്ങൾ നിസ്കരിക്കണം, പുരക്കാരൻ നിസ്കരിക്കണം. വസ്തബിർ അലൈഹ, ആ നിസ്കാരം ക്ഷമയോടുകൂടെ നിലനിർത്തി കൊണ്ടുപോരണം. എന്നാൽ നഹ്നു നർസുഖുക ലാ നസ്അലുക റിസ്ഖൻ, നിന്നോട് എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല മനുഷ്യ. നഹ്നു നർസുഖുക, നിന്റെ റിസ്ക് ഞാൻ തരാം. വൽ ആഖിബതു ലിത്തഖ്വാ, അന്തിമ വിജയം അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മാത്രമാണ്. മറ്റാർക്കും ആഖിബത്ത് നന്നായി കിട്ടില്ല. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അല്ലാഹു തആല അവരുടെ മരണനേരവും ആഖിറവും നന്നാക്കി കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തിക്കോളൂ. നിസ്കാരം നമ്മളും പുരക്കാരും നിലനിർത്തൽ അല്ലാഹു റിസ്ക് തരാനുള്ള മറ്റൊരു കാരണമാണ്. 3. നാലാമത്തേത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ ഹൂദ് നബി അലൈഹിസ്സലാം, അവരൊക്കെ അവരുടെ സമുദായങ്ങളോട് പറഞ്ഞു കൊടുത്തത്. അതിൽ പിന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നൂഹ് നബി അലൈഹിസ്സലാം പറയാണ്, ഇതേ ആശയം ഹൂദ് നബി അലൈഹിസ്സലാമും പറഞ്ഞു. യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതികും വലാ തതവല്ലൗ മുജ്രിമീൻ. ഹൂദ് നബി അലൈഹിസ്സലാം ഇതേ ആശയം അല്ലാഹുവിന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസന ഇലാ അജലിൻ മുസമ്മാ. 3 മഹാന്മാരായ പ്രവാചകന്മാരുടെ ജിഹ്വകളിലൂടെ അല്ലാഹു പറയുന്ന റിസ്കിന്റെ ഒരു കാരണം ഇസ്തഗ്ഫിറൂ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, പൊറുക്കലിനെ ചോദിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ മഅ്മൂമീങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 700 മറ 700 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാതെ എഴുന്നേൽക്കാറില്ലായിരുന്നുവെന്ന് ഹദീസിൽ. സുബ്ഹാനല്ലാഹ്, നമുക്ക് 10 പ്രാവശ്യം 70 കഴിയുന്നുണ്ടോ? 700 മറ 700 തവണ ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ പറയുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്തവർക്ക് മാത്രമല്ലാതെ പറയാനുള്ളത് എന്നാ. ഇസ്തിഗ്ഫാർ തിന്മ ചെയ്യാത്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാണ്. അല്ലാഹു പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം കൊടുത്ത നബിയാണ്. മറ്റമ്പിയാക്കന്മാരെ പോലെ തന്നെ ആ ഹബീബായ തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക അല്ലാഹുവിന്റെ നിഅമത്തിന്റെ ഒരു വസീലയാണ്. അല്ലാഹുവിനുള്ള ഖുർബത്തിന്റെ തഖറബിന്റെ ഒരു വസീലയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. തിന്മ ചെയ്തവർ എന്തായാലും വേണ്ടേ ഇസ്തഗ്ഫിറൂ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീമ വഅതൂബു ഇലൈഹി. നമുക്ക് 3 പ്രാവശ്യം പറയല്ലേ, അസ്തഗ്ഫിറുല്ലാഹൽ അദീമ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അദീമ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അദീമ വഅതൂബു ഇലൈഹി. ഏറ്റവും മഹോന്നതനായ അല്ലാഹുവേ, നിന്റെ ജനാബുൽ ഹഖിലേക്ക് ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പുറത്തു തരണമേ. വഅതൂബു ഇലൈക്, എല്ലാ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് ഖേദിച്ച് സങ്കടപ്പെട്ട് ഞാൻ മടങ്ങുകയാണ് അല്ലാഹ്. ഇത് മുഅ്മിനായ ഒരു മനുഷ്യൻ പറയുന്നത്
ഭൂമിയിൽ നാട്ടിൽ മഴ പെയ്യാൻ കാരണമാണ്. ഒരു സമൂഹം ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോ അവർക്ക് അല്ലാഹു മഴ കൊടുക്കും. അല്ലാഹു സമ്പത്ത് നൽകി നിങ്ങളെ അല്ലാഹു സഹായിക്കും. അംബാൽ ഇതൊക്കെ നമ്മൾ കയറി പോകുന്നത് എന്തിനാ? കുറച്ച് പൈസ നാട്ടിലേറെ ഇവിടെ കിട്ടുമല്ലോ. അംബാൽ എന്നാലും ഇസ്തിഗ്ഫാർ മറക്കണ്ട. ഉറുപ്പിന്റെ റേറ്റ് എത്രയാണെന്ന് മാത്രം നോക്കിയിട്ട് നടക്കണ്ട. ഇസ്തിഗ്ഫാറും ചെയ്യ്. അല്ലാഹു തആല യസിദുക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്യും? നിങ്ങളുടെ നിഅമത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന. അതുകൊണ്ടാണ് മക്കളില്ലാത്ത ആളുകൾ, മക്കളെ പ്രതീക്ഷിക്കുന്നവർ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലണമെന്ന് പറയുന്നത്. ഈ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, അല്ലാഹു സമ്പത്ത് തരും, മഴ തരും, സമ്പത്ത് തരും. ബിബനീൻ, മക്കളും തരും അല്ലാഹു തആല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കുന്നവർ. കഴിഞ്ഞില്ല. വയജഅൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ തോട്ടങ്ങൾ, മനുഷ്യന് ഭക്ഷിക്കാൻ തോട്ടങ്ങൾ വേണം, കൃഷിയിടങ്ങൾ വേണം. അത് അല്ലാഹു നിലനിർത്തി തരികയും വയജഅൽ ലക്കും അൻഹാറ, അത് നിങ്ങൾ പോലും കഷ്ടപ്പെട്ട് നനയ്ക്കേണ്ടതിന് പകരം അല്ലാഹു ഭൂഗർഭ ജലം കൊണ്ട് അല്ലാഹു തആല നദികൾ ഒഴുക്കി നിങ്ങൾക്ക് നനച്ചു തരും. ഇസ്തിഗ്ഫാർ ചൊല്ലിൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയായ നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം, നബിയുല്ലാഹി ഹൂദ് നബി അലൈഹിസ്സലാം, സയ്യിദുൽ അംബിയാഇ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് അമ്പിയാക്കന്മാരിലൂടെ അല്ലാഹു തആല ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട് ഖുർആനിൽ. ഇത് സമ്പത്തുണ്ടാകാനുള്ള കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്ത് ഹലാൽ കൊണ്ട് അല്ലാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة. ഏത് സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും നന്മകൾ ചെയ്ത് ജീവിക്കുമ്പോൾ അല്ലാഹു ഏറ്റവും നല്ല ജീവിതം അവർക്ക് അല്ലാഹു തആല നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ലിൽ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. സൽക്കർമ്മം ചെയ്യുന്നത്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത്, വീട്ടുകാരും നമ്മളും നിസ്കാരം നിലനിർത്തിപ്പോരുന്നത്, തഖ്വയുണ്ടാകുന്നത്, ഒരു പ്രയാസത്തിൽ അല്ലാഹുവിനെ ഓർത്ത് സഹിക്കുന്നത്, ഇതൊക്കെ നിഅമത്ത് കിട്ടാനുള്ള വഴികളാണ്. അതുകൊണ്ട് യകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. നിക്കാഹ് ചെയ്യാൻ വരുന്ന ആൾക്ക് അല്ലാഹു തആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ച ആളാണെങ്കിൽ നിങ്ങൾ എന്തിനാ അത് പ്രശ്നമാക്കുന്നത്? സമ്പത്ത് കൊടുക്കുന്നതും എടുക്കുന്ന അല്ലാഹുവല്ലേ. യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, നിക്കാഹ് ചെയ്യൽ അല്ലാഹുവിന്റെ ഔദാര്യം കിട്ടാനുള്ള നിമിത്തമാണ്. മനുഷ്യനോട് ചോദിക്കല്ലേ. യാ അല്ലാഹ്, ഹദീസ് തന്നല്ലേ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ? എന്നാൽ നിന്റെ മുഴുവൻ ആഗ്രഹവും അല്ലാഹുവിലേക്ക് നീ കൊടുക്ക്. തകുൻ അഹബ്ബന്നാസ്, യുഹിബ്ബുകല്ലാഹ്, അല്ലാഹു തആല നിന്നെ ഇഷ്ടപ്പെടും. എനിക്ക് അല്ലാഹു തരണം. പിന്നെ ജനങ്ങളുടെ കയ്യിലുള്ളതെന്തോ അതിൽ നിന്ന് നീ ആശ വെടി. എനിക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടണം, ആരെങ്കിലും എന്നെ സഹായിക്കണം, ആരെങ്കിലും എനിക്ക് വല്ലതും ഉണ്ടാക്കി തരണം, അത് നീ പ്രതീക്ഷിക്കല്ല. തകുൻ അഹബ്ബന്നാസ് യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. അല്ലാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ വിഷയം നീ അല്ലാഹുവിലേക്ക് ബോധിപ്പിക്കാൻ, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. അല്ലേ? ജനങ്ങളെന്ന് വല്ലതും കിട്ടണമെന്ന് നീ പ്രതീക്ഷിക്കല്ല, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് വല്ലതും കിട്ടണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരോട് മനുഷ്യർക്ക് സ്വാഭാവികമായും ഉറപ്പാണ്. അല്ലേ? ജനങ്ങളതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അല്ലാഹു തന്നാൽ മതി. യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. അല്ലേ? ദുനിയാവിൽ എനിക്കൊന്നും വേണ്ട, ദുനിയാവിൽ എനിക്ക് സുഖതാണ്, എനിക്ക് ത്യാഗമാണെന്ന് നീ ചിന്തിച്ചോ. യുഹിബ്ബുകല്ലാഹ്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. അല്ലാഹു അവന്റെ ജനങ്ങളും അവന്റെ ഖൽഖും ഇഷ്ടപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ചർച്ച അവസാനിപ്പിക്കാൻ, നിക്കാഹ് അല്ലാഹുവിന്റെ ഔദാര്യം കിട്ടാൻ നിമിത്തമാണ്. ത്വലാഖും അങ്ങനെ തന്നെയാണ് കേട്ടോ. സൂറത്തു ത്വലാഖിൽ അല്ലാഹു പറയുന്നുണ്ട്, വ ഇൻ യതഫറഖാ, മനുഷ്യൻ ത്വലാഖായി പിരിയേണ്ട ഒരു ഘട്ടം ജീവിതത്തിൽ ഉണ്ടായി എന്ന് വിചാരിക്കട്ടെ. അങ്ങനെ വന്നാൽ യുഗ്നില്ലാഹു കുല്ലം മിൻ സഅതിഹി വകാനല്ലാഹു വാസിഅൻ ഹകീമാ. നിക്കാഹിലൂടെ ജീവിതത്തിലേക്ക് കടന്നു, പക്ഷേ അവർക്ക് ത്വലാഖിലൂടെ പിരിയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി. എപ്പോഴാണ് ത്വലാഖ്, എങ്ങനെയാണ് അതൊക്കെ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയ ചർച്ചയിൽ മനസ്സിലാക്കാനുള്ള വിഷയങ്ങളാണ്. അങ്ങനെ അല്ലാഹു തആല പറയാം, അല്ലേ,
ഞാൻ എന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ അവളങ്ങ് പോയി കുടുങ്ങട്ടെ അങ്ങനെ ചിന്തിക്കരുത്. എന്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കി എന്റെ ഭർത്താവിന് നാശം വരട്ടെ അങ്ങനെയൊന്നും പറയല്ല. വഇൻ യതഫറഖ, അവരങ്ങ് പിരിഞ്ഞു എന്ന് വിചാരിക്കുക. യുഗ്നില്ലാഹു കുല്ലം മിൻ സഅതി, ഓരോരുത്തർക്കും അല്ലാഹു ഐശ്വര്യം. അവൾക്ക് വേറെ പുതിയ ആപ്പിളും കിട്ടും, നിനക്ക് വേറെ പുതിയ എണ്ണം കിട്ടും. അങ്ങനെയാണ് അല്ലെ? നിങ്ങൾക്കുള്ള ഐശ്വര്യം അല്ലാഹു യുഗ്നില്ലാഹു കുല്ലൻ മിൻ സഅതി വകാനല്ലാഹു വാസിഅൻ ഹകീമാ. അപ്പൊ ത്വലാഖ് പോലും, ത്വലാഖ് സംഭവിച്ചാലും അവിടെ അല്ലാഹു തആല ഐശ്വര്യം കൊടുക്കുന്നുണ്ടെന്ന, നിക്കാഹിലൂടെയും കൊടുക്കും. രണ്ടും അങ്ങനെയാണ്. എന്തൊരു ഹിക്മത്താണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അഹ്കാമുകൾ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവന്റെ വിരോധനകൾ, അല്ലാഹു നിരോധിച്ചത് വെടിയുകയും ചെയ്ത് ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചർച്ച അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇതിന്റെ മറ്റു ചില ഭാഗങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകളും അതിന്റെ മറ്റു ആശയങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.